ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുന്നതേ, ഒരു കോൺഫിഡന്റിന്റെ പുറത്ത് ഇങ്ങനൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഏത്? ഈ വീഡിയോ വ്ളോഗ് പരിപാടി. ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ ഗൈസ് കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. ആക്ച്വലി കോണ്ടന്റ് ഇല്ലാണ്ടുള്ള പ്രശ്നമല്ല, അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള സ്റ്റാർട്ടിംഗ് ട്രബിളിൽ സ്റ്റെക്കായി നിൽക്കണം സത്യം പറഞ്ഞാൽ. ഇന്നിപ്പോ എന്ത് കോണ്ടന്റ് പറയണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. ഏതായാലും ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സംഭവം റിയൽ ആയിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കാനല്ലോ, അപ്പൊ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു കണ്ടന്റ് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി ഐ എം റണ്ണിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയൊക്കെയാണ് റൺ ചെയ്യുന്നത്. പക്ഷെങ്കിൽ അവിടെ വരുന്ന കണ്ടന്റുകളും ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പരിപാടിയുടെ കണ്ടന്റുകളും നല്ല വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി. വീഡിയോ വ്ളോഗ് ചെയ്യുന്ന പോലെയല്ല ഏജൻസികൾ കമ്പനീസിനെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റുകളൊക്കെ. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കമ്പനീസിൽ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളതൊരു ക്രിയേഷൻ ആണ്. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പോലെ അല്ലല്ലോ നമ്മൾ അതിലുള്ള കോണ്ടന്റ് ഒന്ന് ഇടുന്നത്. നമ്മൾ പ്രൊഫൈലൊക്കെ മാക്സിമം സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റുകളാണ് അത്. അതുപോലെയല്ല റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് കോണ്ടന്റുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് പിന്നെ എടുത്ത് എയറിൽ കയറേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ പലരും കണ്ടിട്ടുണ്ട്. ആൻഡ് ദ റിയൽ കോണ്ടന്റ് ഓഫ് മൈൻഡ് സ്റ്റാർട്ടിംഗ് വിത്ത് സ്റ്റാർട്ടിംഗ് ട്രബിൾ. അപ്പൊ നാളെ പക്കലാം.